കൊല്ലപ്പെട്ടിട്ട് ഒരു ബോഡി കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അവിടുത്തെ ആ സ്ത്രീയുടെ ബോഡിയാണ് ഇപ്പോൾ ഞങ്ങൾ പ്രശ്നമെന്നുള്ളത്. അവരെ ആളുകളൊക്കെ ഇവിടെ തടിച്ചു കൂടി നിൽക്കുകയാണ്. സഹിക്കാൻ പറ്റാതെ അവർ കരയുന്നുണ്ട്. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. വളരെ സങ്കടമായിട്ടുള്ള കാഴ്ച കേട്ടോ. വളരെ നമുക്ക് നെയ്യ് പൊട്ടുന്ന കാഴ്ച എന്നുള്ളത് പറയും. ഈ ഒരു ബോഡി ഈ ഒരു വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ ഇവർക്ക് എന്താ പറയുക, ഒരു ചെറിയ കുടിലാണെങ്കിൽ ആ കുടിൽ താമസിക്കുന്ന ആളെന്ന് വരുമ്പോൾ അവരെ ബോഡി ഇങ്ങോട്ട് ഡെഡ് ബോഡി ഇങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ മയ്യത്ത് വരുമ്പോൾ ഒരു വീടില്ല ഇവിടെ. അവരെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അവർ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പാവം ശരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു ചെറിയ സുനാമി തന്നെയെന്ന് പറയാം. കാരണം അത്രയും ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. കാരണം ഈ ഒരു വീട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇന്നൊരു ബോഡി കിട്ടിയെന്ന് പറഞ്ഞു. ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയുടെ ആ ഒരു സ്ത്രീയുടെ വീടാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇതുവരെ ഒലിച്ചു പോകാൻ മാത്രം വെള്ളം ഇതിൻ്റെ അപ്പുറത്ത് നിന്ന് ആ ഒരു മല ഇടിഞ്ഞിട്ട് നേരെ പുഴയിലേക്ക് വന്നിട്ട് ആ വെള്ളം ഓളം തള്ളി വന്നിട്ടാണ് ഒരു സുനാമി പോലെ തിരമാല പോലെ വന്നിട്ടാണ് ഇവിടെ വീട് തകർന്നിട്ടുള്ളത്. വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ അവിടെ വെച്ചിട്ട് സങ്കല്പിക്കണ പോലെ അല്ല കേട്ടോ ഇവിടുത്തെ അവസ്ഥകൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാവുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ഈ ഗംഗാവലി പുഴയുടെ എതിർവശത്താണുള്ളത്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് പിന്നെ ക്യാമറ സൂം ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇത്രയും ഭാഗങ്ങൾ മണ്ണിടിഞ്ഞ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് പ്രേക്ഷകരായിട്ടുള്ള ആൾക്ക് പുഴയിൽ കാണാൻ പറ്റും. സൈന്യത്തിൻ്റെ ആളുകളൊക്കെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് പിന്നെ ലോഹത്തിൻ്റെ അംശങ്ങളൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഞെട്ടിക്കുന്ന വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കാത്ത. അത് നിങ്ങൾ ന്യൂസ് ചാനലൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ ഒരു മണ്ണ് മൊത്തം ആ ഒരു മല ഇടിഞ്ഞു വന്നിട്ടുള്ളതാണ്. എത്രത്തോളം അതിൻ്റെ വ്യാപ്തി എന്നുള്ളത് നമുക്ക് അളക്കാൻ പറ്റുന്നതല്ല. പക്ഷേ അത് മാത്രമല്ല, ഈ ഒരു പുഴ ഏകദേശം 200 മീറ്ററോളം അല്ലെ സിദ്ദിഖ്, 200 മീറ്ററോളം വീതിയില്ല ഈ പുഴയുടെ ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നൊരു ബോഡി നമുക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അത് ഈ ഒരു സൈഡിലല്ലേ, വലത്തെ സൈഡിൽ പ്രേക്ഷകർ കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു മല 200 മീറ്ററോളം നീളമുള്ള മല ഏകദേശം 100 മീറ്റർ അപ്പുറത്തായിട്ടാണ് നിങ്ങൾക്ക് ഈ പിന്നെ മണ്ണിൻ്റെ മൺകൂന കാണാൻ പറ്റുന്നത്. അത്രയും കല്ലും മണ്ണും. അത് മാത്രമല്ല, ഈ പുഴയിൽ ഈ ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്ത് ആളുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടെയാണ് ഒരു വീടുണ്ടായിരുന്നത്. അവിടെ ഈ ഒരു വീട്ടിലൊരു അമ്മൂമ്മയാണ്. അതായത് ബാക്കി 6 പേരുണ്ടായാലും ബാക്കി 5 പേര് ജോലിക്ക് പോയതുകൊണ്ട് അവിടേക്ക് ഒരുപാട് ആളുകൾ നമുക്ക് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു വീട് ഇതൊരു മലന്റെ ചെരുവ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആ പിന്നെ വെള്ളം അതൊരു സുനാമി പോലെ, അതായത് ആ മല ഇടിഞ്ഞ് വീഴുന്ന സമയത്ത് ഒരു സുനാമി പോലെ വന്നിട്ട് ഈ ഒരു വീട് നാമാവിശേഷം എന്നൊക്കെ പറയുന്നില്ലേ, തറ മാത്രമേ ബാക്കിയുള്ളൂ. കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിന്റെ വ്യാപ്തി നിങ്ങൾക്ക് പിന്നെ വീഡിയോ ദൃശ്യങ്ങൾ എത്രത്തോളം സങ്കല്പിക്കാൻ പറ്റും, ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതായത് ഈ ഒരു റെയിൽവേ പാലമാണ് അതിനെ കാണുന്നത്. അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഈ ഭാഗങ്ങളൊക്കെ മഴവെള്ളം ഒലിച്ച്, അതായത് ഈ ഒരു പുഴ തേളി വരാന്ന് പറയില്ലേ, മഴ നമ്മളൊരു കുളത്തിൽ വലിയൊരു കല്ലിട്ട അവസ്ഥ, ആ വെള്ളത്തിന് അതേ അവസ്ഥയിൽ ഇത്രയും തോന, അതായത് 100-200 മീറ്ററോളം കരയിലേക്ക് അടിച്ചു കയറിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ പോയിട്ടുള്ളത്. ഇവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്ന ആ ഒരു വീടിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ പോയത് കാണുന്നുണ്ട് അവിടെ. അപ്പോൾ ഇത് ഈ മരക്കുറ്റികളൊക്കെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് വഴിയില്ലേ. ആ ഒരു മല ഇതിന്റെ ഇടത് സൈഡിൽ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ പലവട്ടായിട്ട് ഇടിച്ചതാണ്, റോഡിന് വഴി ഇടിച്ചതാണ് കേട്ടോ, ചെരിച്ചിട്ടാണ് ഇടിച്ചിട്ടുള്ളതൊക്കെ. പക്ഷെ ആ ഒരു ടവർ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് അവിടെ, ആ ഒരു ടവർ കാണുന്ന ഭാഗത്ത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു പിന്നെ എല്ലാവരും പിന്നെ എന്താ പറയാ, അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനും പറയാൻ കാരണം എന്താ വെച്ചാൽ, ആ ഒരു അത്രയും ഫോഴ്സിൽ വരുന്ന സമയത്ത് നമ്മളെ അർജുൻ്റെ പിന്നെ വാഹനം എന്താ പറയാ ഈ ഒരു പുഴയിലേക്ക് ചാടിയിട്ടുണ്ടാവും.